ലോക്സഭയിലെ ബഹളത്തിന് കാരണമായ മുൻ സൈനിക മേധാവി എം നരവനെയുടെ പുസ്തകത്തിലെ വിവാദ ഭാഗങ്ങൾ പുറത്തുവിടുകയാണ് കോൺഗ്രസ്. കൈലാസ് പർവ്വത നിരകളിലേക്കുള്ള ചൈനീസ് പട്ടാള നീക്കം അറിഞ്ഞ ഉടൻ തന്നെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ആവർത്തിച്ച് ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായ ഉത്തരവ് വന്നില്ല എന്നും നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ കുറിക്കുകയാണ്. എന്നാൽ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ എങ്ങനെ സത്യമാകും എന്നതാണ് അമിത്ഷായുടെ നിലപാട്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്നും രാഹുൽ മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചോദിക്കുന്നു. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, ഈ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ പുറത്തുവിടുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ്? ആ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണോ, അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചാണോ പാർലമെൻറ്റിൽ ഇന്ന് രാഹുലിൻ്റെ പ്രസംഗം? തീർച്ചയായും രാഷ്ട്രീയ സൈനിക നേതൃത്വം കൃത്യമായ മറുപടി നൽകിയില്ല എന്നുള്ളതാണ് നരവനെയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് ആവർത്തിച്ച് ബന്ധപ്പെട്ടിട്ടും ഒരു കൃത്യമായ ഉത്തരവ് നൽകാൻ തയ്യാറായില്ല. വാട്ട് ആർ മൈ ഓർഡേഴ്സ് എന്നാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് ചൈനീസ് പട്ടാളം അടുത്തേക്ക് വരുന്ന ഒരു സാഹചര്യം, 500 മീറ്റർ വരെ അകലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. പക്ഷേ അതിന് മറുപടി നൽകാതെ രാത്രി 10:30 രാജ്നാഥ് സിംഗ് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാണ്. അതായത് രാഷ്ട്രീയ നേതൃത്വം കൈ കഴുകി ഒഴിഞ്ഞു മാറി, എല്ലാം സൈന്യത്തിൻ്റെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അതായത് ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കാത്ത ബുക്കിൽ നിന്നുമുള്ള വാക്കുകൾ ഉദ്ധരിക്കാൻ കഴിയില്ല എന്നുള്ള ചട്ടലംഘനമാണ് എന്ന് സ്പീക്കറും ചൂണ്ടിക്കാട്ടിയതോടെ സഭ ബഹളത്തിൽ മുങ്ങുകയായിരുന്നു. വലിയ തോതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാഗ്വാദമുണ്ടായി. പല ഘട്ടങ്ങളിലും 2 തവണ സഭ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒടുവിൽ 4 മണിക്ക് വീണ്ടും ചേരുമ്പോഴും രാഹുൽ ഗാന്ധി ഈ വിഷയം വീണ്ടും ആവർത്തിച്ചുന്നയിച്ചതിനെ തുടർന്ന് സഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഡൽഹിയിൽ നിന്ന്. ലോക്സഭയിൽ ബഹളത്തിന് കാരണമായ മുൻ സൈനിക മേധാവി എം നരവനെയുടെ പുസ്തകത്തിലെ വിവാദ ഭാഗങ്ങൾ പുറത്തുവിടുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇന്ന് എത്രത്തോളം വളരെ നാടകീയമായിരുന്നു, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനൊരു പരാമർശം പ്രസംഗത്തിൻ്റെ ഭാഗമായി വരുമെന്നത്? ഈ പാർലമെൻറ്റ് നടപടി, ലോക്സഭാ നടപടികളിൽ എത്രത്തോളം അനിശ്ചിതത്വം ഇപ്പോൾ സ്വാഭാവികമാണ്. ഇത്തരം പ്രസംഗങ്ങൾ വരുമ്പോൾ ഭരണപക്ഷത്തു നിന്നാലും പ്രതിപക്ഷത്തു നിന്നാലും അത്തരം പ്രതികരണങ്ങൾ, ഇപ്പോൾ പ്രസംഗത്തെ ചെറുക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരണം. ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെക്കൽ ഉൾപ്പെടെ ഉണ്ടായല്ലോ. ഇന്നെങ്ങനെയായിരുന്നു സഭാ നടപടികൾ? അപ്പോൾ രതീഷ, ഇത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിന്മേലുള്ള പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലേക്ക് കടന്നത്. അതായത് പ്രധാനമന്ത്രി സഭയിലുണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി സഭയിലുണ്ടായിരുന്നു, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഈ വിഷയം എടുത്തിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള മറുപടി തുടങ്ങിയത് എന്നുള്ളതാണ്. അതായത് ആ ചർച്ചയിൽ ഇത്തരത്തിലൊരു വാദം വരുമെന്ന് പ്രധാനമന്ത്രി പോലും ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ ഘട്ടത്തിൽ വലിയ തോതിലുള്ള പ്രതിരോധമൊരുക്കാൻ ഭരണപക്ഷം നിർബന്ധമാവുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരവധി തവണ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ നോക്കി. വളരെ ക്ഷുഭിതനായി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചതും. പ്രതിരോധ മന്ത്രിയും സമാനമായ തരത്തിൽ പ്രസിദ്ധീകരിക്കാത്ത ബുക്ക്, ഏത് ബുക്ക്, എവിടെ കണ്ടു താങ്കൾ, ഇതെങ്ങനെയാണ് നിങ്ങൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ ചോദ്യങ്ങളുമായി നേരിടുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ സർക്കാർ വലിയ തോതിൽ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയും ഒരു ഘട്ടത്തിൽ അത് പറയുകയും ചെയ്തു. നിങ്ങൾ എന്തൊക്കെയോ ഭയപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ സംസാരിക്കാൻ സമ്മതിക്കുമായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. 2 തവണ 2 മണിക്ക് ചേർന്ന് വീണ്ടും 3 മണിക്കത്തേക്ക് സഭ നിർത്തിവെക്കുമ്പോൾ, 3 മണിക്ക് സഭ ചേരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സഭയിൽ വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവുമാണ് പിന്നീട് രാഹുൽ ഗാന്ധിയെ നേരിട്ടത്.